ഹലോ സുഗമോ ദേവി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ പ്രഭാവതി അവിടെ തലക്കടിയേറ്റ് കിടക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥം വരുമ്പോൾ വാതിലൊന്നും തുറക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ തള്ളി തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ പ്രഭാവതി തല പൊട്ടി ഇങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുവാണ്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധാർത്ഥനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാരും വന്ന് നമ്മുടെ സിദ്ധാർത്ഥനെ ആട്ടോ കുറ്റപ്പെടുത്തുന്നേ. രാഷ്ട്രീയം തലക്ക് പിടിച്ചാൽ പിന്നെ എന്തോന്ന് ഭാര്യ, ഇത് രാഷ്ട്രീയ ശത്രുത തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനിയും നമ്മുടെ സിദ്ധാർത്ഥനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഭാർഗവി ഗൗരിയോട് പറയുന്നുണ്ട് ഇതിന് പിന്നിൽ സിദ്ധാർത്ഥൻ സാർ തന്നെയാണ്, അല്ലെങ്കിലും സാറിന് രാഷ്ട്രീയം തലക്ക് പിടിച്ചാൽ പിന്നെ ഒന്നും നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ അരുന്ധതി നമ്മുടെ ത്യാഗരാജന്റെ കർണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ത്യാഗരാജൻ അരുന്ധതിയുടെ അറിവില്ലാതെ ആയിരിക്കാം ഈ ഒരു പണി ചെയ്തു വെച്ചത്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് നമ്മുടെ അരുന്ധതി നമ്മുടെ ത്യാഗരാജന്റെ കർണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രഭാവതി ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അരുന്ധതിയുടെ അറിവോടെയാണ് തന്നെ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചതെന്നാണ്. അപ്പൊ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ പ്രഭാവതി വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അവരെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെന്ന് കാണുന്നുണ്ട് എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി ചന്ദ്രമതി വിളിക്കുന്നുണ്ട്. അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, അയാളെ ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷം കാണുന്നുണ്ട് നേരിട്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രഭാവതിയും നമ്മുടെ അരുന്ധതിയും നേർക്കുനേർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ അല്ലെ, നമ്മുടെ പ്രഭാവതി അടിച്ചാൽ പ്രഭാവതി പത്തിരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ പഴയ പ്രഭാവതി. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനെ തിരിച്ചടിക്കാൻ പോകുന്നത്? ഇനി നമ്മുടെ ഋഷിയെ വല്ലതും ഉപദ്രവിക്കുമോ നമ്മുടെ പ്രഭാവതി വീണ്ടും? അല്ലെ, കാത്തിരുന്നേനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.